കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ എംപിയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ബിജു ഇഡിക്ക് മുന്നിൽ ഹാജരായി. തട്ടിപ്പിൽ PK ബിജുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനായിരുന്നു അന്വേഷണം നടത്തിയത്. പാർട്ടി അന്വേഷണ സമിതിയുടെ രേഖകൾ ED ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് PK ബിജു. അല്ല, ED വിളിച്ചിരിക്കുന്നു, എന്താണെന്നറിയില്ല. അവരുമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് കഴിയുന്ന മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശിക്കുന്നു തോന്നുന്നു. ഇല്ലല്ലേ, ആദ്യമായിട്ട് നോട്ടീസ് തരും. അതെ, നേരത്തെ നോട്ടീസ്, അത് നിങ്ങൾ വാർത്ത കൊടുത്ത മാത്രമേ വിളിക്കുമ്പോൾ പോകുമെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, മറ്റു നേതാക്കന്മാർ ഹാജരാകാതിരിക്കുന്ന സാഹചര്യത്തിൽ ബിജു ഹാജരായത് എന്തുകൊണ്ട്? ബിജു എന്തൊക്കെയാണ് പറയുന്നത്? ശ്രീകാന്ത് അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. PK ബിജു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EDക്ക് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടാണ് ED PK ബിജുവിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ശ്രീകാന്ത് ഇപ്പോഴുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീകാന്ത്, മറ്റു നേതാക്കന്മാർ വിട്ടുനിൽക്കുമ്പോൾ ബിജു വരുന്നത് എന്തുകൊണ്ട്? ബിജു എന്തൊക്കെ പറയുന്നു? നിലവിൽ അല്പസമയം മുമ്പാണ് PK ബിജു ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായിട്ടുള്ളത്. ഈ PK ബിജുവിന് നോട്ടീസ് നൽകിയത് അദ്ദേഹം ഈ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷന്റെ തലവനായിരുന്നു എന്ന നിലയ്ക്കല്ല, നേരെ മറിച്ച് ED വ്യക്തമാക്കുന്നത് ഈ സതീഷ് കുമാറുമായി, കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാറുമായി നേരിട്ട് ബന്ധം ഉണ്ടായിരുന്നയാളാണ് PK എന്നാണ് നിലവിലിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്ന ഒരു കാര്യം, ഈ സതീഷ് കുമാറുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് എന്ന കാര്യവും നിലവിലിപ്പോൾ ED വ്യക്തമാക്കുന്നുണ്ട്. അതിനാലാണ് PK ബിജുവിനെ വിളിച്ചു വരുത്തിയത്. അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങളോ മറ്റോ തങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് ED വ്യക്തമാക്കുന്നു. ഇനി സമാനമായ രീതിയിൽ ഇക്കാര്യത്തിൽ PK ബിജുവിന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ആദ്യമായാണ് തനിക്ക് സമൻസ് ലഭിക്കുന്നത് എന്നും പാർട്ടി അന്വേഷണ സമിതിയുടെ രേഖകൾ ED ആവശ്യപ്പെട്ടിട്ടില്ല എന്നും നിലവിലിപ്പോൾ PK ബിജുവും പറയുന്നു. അതായത് പാർട്ടി അന്വേഷണ സമിതിയുടെ കണ്ടെത്തലോ അതുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങൾക്കായല്ല PK ബിജുവിനെ വിളിച്ചു വരുത്തിയത്. നേരെ മറിച്ച് ഈ സതീഷ് കുമാറുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങൾ, ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അത് PK ബിജുവിനും കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചറിയുന്നതിനാണെന്നാണ് ED വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗൗരവം വർദ്ധിക്കുകയാണ്. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് EDക്ക് മുന്നിൽ PK ബിജു ഹാജരായിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.